ഞാൻ ഈ ക്യാരക്ടറിനൊന്ന് സ്റ്റഡി ചെയ്തിരുന്നു. ഇവിടെ പെങ്ങളൊക്കെ മരിച്ച് അതിന് റിവഞ്ച് മുത്തി തീവ്രവാദിയായി ആകെ സൈക്കോ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ നമ്മളിൽ ആകെ ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു ഫോണാണ്. ഈ സ്പീഡ് മൂവി കണ്ടിട്ടില്ലേ? ദിലീപിന്റെ ഓട്ടപ്പടം നീ ഒന്ന് പോയി ഇറങ്ങിപ്പോയി. ഡെന്നിസ് സൂപ്പറിന്റെ സ്പീഡ് മൂവി അതിൽ പുള്ളി പിടിച്ചതായിട്ടുണ്ട്. ഫോൺ എടുക്കട്ടെ, ഈ കഴിച്ച് ഇങ്ങനെ പിടിക്കുന്നവരും ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിന് പകരം ഇത് കിട്ടി കിട്ടി. എൻ്റെ ഒരു വേറെ സാധനമുണ്ട്, സർപ്രൈസ് ആണ്. ടേക്കിടാം. നിങ്ങൾക്ക് തെറ്റി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. നിങ്ങൾ എന്നെയല്ല വളഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെയാണ്. ഒരു നഗരത്തിലൊരു അനീതി നടന്നാൽ അസ്തമയത്തിനുള്ളിൽ അവിടെ കലാപം നടന്നിരിക്കണം. ഇവിടെ അനീതി നടന്നത് എൻ്റെ കുടുംബത്താണ്. కలాపం നടന്നിരിക്കും. ఫిలాసఫీలో 4 పాయింట్స్ ఉంటాయి. అందులో ఈ రోజు మనము ఎథిక్స్ గురించి చెప్పుకుంటున్నారు. ఎథిక్స్ అంటే ఏంటి? మనం చేసేలో పనిలో రైట్ ని రైట్ అని అంటారు, రాంగ్ ని రాంగ్ అని అంటారు. అదే ఎథిక్స్. మేడం సర్ప్రైజ్. ఫర్ ఎగ్జాంపుల్ ఎక్సైట్మెంట్. ఒక రోడ్డు మీద ఒక బిచ్చగాడు బిచ్చం అడుగుతుంటే ఒకరు పాపమని బిచ్చం వేస్తారు, ఇంకా ఒకరు బాగానే ఉంటారు కదా, పని చేసుకోవచ్చు కదా అని ఉంటారు. మేడం డిస్కస్డ్. అండ్ కట్. എക്സ്ക്യൂസ് മീ, അനുഭവല്ലേ? ഞാനിപ്പോൾ നിങ്ങൾ സീൻ കണ്ടിരുന്നു, നല്ലൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. മാഡത്തിൻ്റെ 1-2 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ഇല്ലാണ്ട് എക്സ്പ്രഷൻ ഇങ്ങനെ വാരി വലിച്ചിടാം, ഒരു ഫീൽ, ഒരു വെയിറ്റ് ഇല്ല. ഈ ക്ലാസിക്കൽ ഡാൻസിന് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതാണ്. വെറുതെ അല്ല, അത്ഭുതം എന്ന് പറഞ്ഞപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു അത്ഭുതം. പിന്നെ ആ വിഡ്ഢിയായിട്ടുള്ള ഡയറക്ടർ പുച്ഛം എന്ന് പറഞ്ഞപ്പോൾ വൃത്തിയായിട്ട ഒരു പുച്ഛം. ഇതൊക്കെ എങ്ങനെ? ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഒന്ന് സഹായിக்கலாம் വിചാരിച്ച് പറഞ്ഞതാ. കോംപ്ലക്സ് ക്വസ്റ്റ്യനാണ്, സിമ്പിളായിട്ട് പറഞ്ഞ ബാല. പാലോ തൈരോ ഇപ്പൊ തൻ്റെ അടുത്ത് ആരോ അഭിപ്രായം ചോദിച്ചില്ലല്ലോ. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാ. തനിക്ക് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് അങ്ങോട്ട് കയറി കുറ്റം പറയാം. അടിപൊളി. ഇത് തന്നെയാണ് എൻ്റെ ഉമ്മയും പറയാറുള്ളത്. ഒരു കാര്യമില്ലാണ്ട് മറ്റുള്ള കാര്യത്തിൽ കയറി അഭിപ്രായം പറയാറ്. പിന്നെ അത് ഞാൻ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാണ് കേട്ടോ, ബിക്കോസ് ഞാനൊരു ആക്ടിങ് കോച്ചാണ്. താനാണോ ഡേവിഡിന്റെ ആക്ടിങ് കോച്ച്? എങ്ങനെ മനസ്സിലായി ഞങ്ങൾ പരമരഹസ്യമായി വെച്ചിരിക്കുന്ന സത്യം? ഞാൻ ചിലരെയൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാറുണ്ട്. കുറ്റമാണ് കഴിഞ്ഞോ? ഇറ്റ്സ് ഓക്കേ, ബൈ. സാരമില്ല, പറഞ്ഞേക്ക്. എന്താ എൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാനുള്ള ആക്ടിങ് കോച്ച്? അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, ശരിയാക്കാം. മരത്തിനെ കണ്ടാൽ തന്നെ അറിയാം, മരത്തിൻ്റെ ജീവിതത്തിലോ ശരീരത്തോ ഇന്നവരെ അഴുക്കോ ചെളിയൊന്നും പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എങ്കിൽ അഴുക്ക് പറ്റാത്തൊരു അഭിനയം. ഫോർ എക്സാമ്പിൾ, അയ്യേ ആ പിള്ളേർ വയറ് നമ്മളുള്ള റിയാക്ഷൻ, അതിന് പകരം ഈ റിയാക്ഷൻ ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായ ബാല ആക്ടിങ് കോച്ച്. അയ്യോ, ഇതെന്ത് പറ്റി? ഒന്നുമില്ല, ചെറിയൊരു പരിക്ക്. ഹോസ്പിറ്റലിൽ പോണ്ടേ? ഹോസ്പിറ്റലൊന്നും പോകണ്ട, പെയിൻ കില്ലർ അടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലൊക്കെ പോയ ഷൂട്ട് തുടങ്ങും. ആണോ? അല്ല, എൻ്റെ പെർഫോമൻസ് കണ്ടില്ലല്ലോ. എവിടെയായിരുന്നു? ഞാൻ കണ്ടിട്ടാ പോയത്. എന്നിട്ട് എവിടെ പോയി? അപ്പുറത്ത് തെലുങ്കോടത്തിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ പഴയ നടിയില്ലേ ആൻബാവ, അവരുണ്ട് അവിടെ. നല്ല രസമുണ്ട് കേട്ടാ. അവളുണ്ടോ അവിടെ? ആ ഉണ്ട്, അവിടെ ഉണ്ട്. മരച്ചു സാരിയൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് അവിടെ. ഓ, നല്ല വർക്കുണ്ടല്ലോ, നോക്കണ്ട ഇതൊക്കെ.